ജയചേട്ടൻ അതിനകത്ത് ഒരു വേഷം ചെയ്തിരുന്നു ഈ ബനാറസിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹരിയുടെ ഒരു ക്യാരക്ടർ, നാട്ടിൻപുറത്ത് അവനൊരു കാമുകിയുണ്ട്, വളരെ എന്താ പറയുന്ന വളരെ നിഷ്കളങ്കമായ ഒരു പ്രണയമാണ് അവിടെ ഉള്ളത്. യാദൃച്ഛികമായിട്ടാണ് ബനാറസിൽ വരുമ്പോൾ കാവ്യയുടെ ഒരു ക്യാരക്ടർ ആയിട്ട് ബന്ധപ്പെടുന്നു, പരിചയപ്പെടുന്നു. അത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇവർ തമ്മിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അതിൽ ഒരു മനസ്താപം വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവൻ ആ സത്യം ഈ കാമുകിയോട്, അവൻ്റെ നാട്ടിൻപുറത്തെ കാമുകിയോട് പറയുന്നു. ഇവിടെ ശരിക്കും ഈ കാവ്യമായിട്ടുള്ളൊരു ബന്ധം വരുന്നതെന്ന് പറയുന്നത് ഇവർ കാവ്യയെ രക്ഷിക്കാനുള്ള, ആ ക്യാരക്ടറിനെ രക്ഷിക്കാനുള്ളൊരു ശ്രമത്തിനിടയിൽ ഒരു വഴിയിൽ പെട്ടുപോവുകയും ഒന്നും കഴിക്കാനില്ലാതെ വിശന്ന് കിടക്കുമ്പോൾ ആ ഒരു ഹിന്ദിക്കാരൻ, അവിടെയുള്ള ഒരാൾ ഇവർക്ക് കുടിക്കാനായിട്ട് പാലെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പാങ്ങായിരുന്നു. അതൊരു ലഹരിയാണ്. ആ ലഹരിയിൽ പെട്ടിട്ടാണ് ഇവർ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു കുറ്റബോധമായിട്ട് ഈ ഹരിയിൽ കിടക്കുകയും വിനീതിൻ്റെ ക്യാരക്ടറിൽ കിടക്കുകയും, ഈ സത്യം ഇവന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ ഈ കാമുകിയോട് പറയുന്നു, നാട്ടുമ്പുറത്തെ കാമുകിയോട് പറയുന്നു. അവൾ അത് താങ്ങാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്യുന്നു. ഇവളുടെ ചിതയിൽ നിന്ന് ഒരു ചെറിയ അസ്ഥി കഷ്ണങ്ങളും പിറക്കിയാണ് ഇവൻ പിന്നെ ഈ ബനാറസിലേക്ക് വരുന്നത്. വന്ന് ആ ഗംഗയിലേക്ക് ഇത് നിക്ഷേപിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വളരെ തീവ്രമായ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ രംഗങ്ങളാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ സോങ്ങിന് വേണ്ടിയിട്ടാണ്, ഗംഗയിലൂടെ വള്ളത്തിൽ പോയിട്ടുള്ള ഒരു സോങ്ങിൻ്റെ സീനൊക്കെ എടുത്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ശരിക്കും അപ്പോൾ രാത്രിയായി. ഞങ്ങൾ മണികർണികയുടെ അവിടെ നിന്ന് അസിഗഡിലേക്ക് തിരിച്ചു വരണം. പെട്ടെന്നാണ് രാത്രിയിൽ നല്ല ഈ ഗംഗയ്ക്കുള്ളൊരു പ്രത്യേകതയെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നല്ല ശാന്തമായിട്ടിരിക്കും ഗംഗ. ചിലപ്പോൾ ഈ അടിയിൽ വെള്ളം തിളച്ച് മറിയുന്ന മാതിരി ഇങ്ങനെ കുമിളകൾ ഇട്ടിട്ട് ഉയർന്നു വരുന്നത് കാണാം. ചിലപ്പോൾ കടലിലെ തിരമാല പോലെ തന്നെ ശക്തമായ തിരയായിട്ട് സൈഡിലേക്ക് വന്ന് അടിക്കുന്നത് കാണാം. അപ്പം വിവിധ ഭാവങ്ങളാണ് ഗംഗ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അതിൽ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല നിലാവൊക്കെയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഏതോ പുസ്തകത്തിൽ വായിച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവനീന്ദ്രനാഥ് ടാഗോർ ഈ ഗസൽ പോലെ അദ്ദേഹം കവിതകളൊക്കെ പാടി ഈ ഗംഗയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നും നക്ഷത്രങ്ങളെയും ഈ പൂർണ്ണചന്ദ്രനെയൊക്കെ നോക്കി ഇങ്ങനെ പോയിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ ഏതോ കാലത്ത് വായിച്ച ഒരു മനസ്സിലിങ്ങനെ കിടന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളിങ്ങനെ വന്നു. ശരിക്കും പൂർണ്ണചന്ദ്രൻ്റെ ഈ ബിംബം ഇങ്ങനെ ഗംഗയിലേക്ക് വീണിട്ട് ഈ സ്വർണ്ണ നിഷ്കങ്ങൾ എറിഞ്ഞ മാതിരി ഇങ്ങനെ തിളങ്ങി കിടക്കുന്ന നല്ല മനോഹരമായ വിഷ്വലുകളൊക്കെ ആയിരുന്നു അന്ന് കണ്ടിരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിലാണ് ശരിക്കും ഈ ഒരു തിരമാല പോലെ വന്നിട്ട് ഞങ്ങളുടെ ബോട്ടിനെ വല്ലാണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവറുടെ കയ്യിൽ നിൽക്കുന്നില്ല. എല്ലാവരും ആശങ്കപ്പെട്ടു. ചിലരൊക്കെ വേദനയോടുകൂടിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ആഴമാണ്, രാത്രിയാണ്, അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയില്ല. പക്ഷേ ഭാഗ്യത്തിന് കുഴപ്പമില്ലാതെ അവസാനം അയാൾ കൊണ്ടുവന്ന് അസിഘാട്ടിൽ ഞങ്ങളെ ഇറക്കി. അങ്ങനെ തീർന്നു. അതുപോലെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ രാംനഗർ പാലസ്. മനോഹരമായ സ്ഥലമാണ്. അതിൽ ഈ ഗംഗയുടെ അപ്പുറത്തെ കരയ്ക്കലുള്ള ഒരു കൊട്ടാരവും അതിനോട് ചേർന്ന് രസകരമായ കുളങ്ങളൊക്കെ ഉണ്ട്. കുളം, നല്ല ലാൻഡ്സ്കേപ്പുകളും ഒക്കെ ആയിട്ടുള്ള ഈ രാംനഗർ പാലസ്, മണികർണിക, സൂര്യപുഷ്കരണി, സാരനാഥ്, അങ്ങനെ തുടങ്ങി ഒരു വിഷ്വലി സമ്പന്നമായ ഒരു പ്രദേശത്ത് കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, കുറച്ച് കേരളത്തിലെ ഭാഗങ്ങൾ ചെയ്തത് തക്കലയാണ്. തക്കല പത്മനാഭപുരം കൊട്ടാരത്തിന് സമീപമുള്ള അതും മനോഹരമായ സ്ഥലങ്ങളായിരുന്നു. അങ്ങനെയാണ് ആ സിനിമ. ചെറിയാൻ കൽപ്പവടിയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. കഥ പ്രൊഡ്യൂസറുടെ തന്നെയായിരുന്നു. പി സുകുമാറാണ് ക്യാമറ വർക്ക് ചെയ്തത്. എം ജയചന്ദ്രന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ പടം ഗൗരീശങ്കരമായിരുന്നു. പിന്നെ ബനാറസിലും ഗിരീഷ് പുത്തഞ്ചേരിയും എം ജയചന്ദ്രനുമായിരുന്നു മ്യൂസിക്കും ഗാനങ്ങളും രചിച്ചത്. ഏറ്റവും മനോഹരമായ ഗാനങ്ങളായിരുന്നു. ശരിക്കും ആ കാലത്ത് ഒരുപാട് ഘോഷിക്കപ്പെട്ട ഒരു പാട്ടുകളായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടേത്. ഇപ്പോഴും ഗിരീഷുമായിട്ടുള്ള നിമിഷങ്ങൾ മനസ്സിലൊരു നോവായിട്ട് മാറുന്നുണ്ട്. കാരണം അദ്ദേഹം മറ്റ് കവികളെ, മറ്റ് പാട്ടെഴുത്തുകാരെ ഇത്രമാത്രം ആദരിച്ചിട്ടുള്ള
ഓർമ്മകളോടുകൂടി പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുകാരനെ എനിക്ക് വേറെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എഴുത്തുകാരനെ കണ്ടിട്ടില്ല. അദ്ദേഹം ശ്രീകുമാരൻ തമ്പി സാറിനെ ആയിരുന്നാലും ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ ആണെങ്കിലും ഗാനങ്ങൾ പറയുമ്പോൾ അതിനുള്ളിലുള്ള അർത്ഥതലങ്ങളെ അന്വേഷിച്ച് പോകുമ്പോഴൊക്കെ ഗിരീഷ് വാചാലമാവും, ഭയങ്കരമായിട്ട് വാചാലമാവും. മാത്രമല്ല അതിമനോഹരമായിട്ട് ആ ഗാനങ്ങളൊക്കെ ആലപിക്കുകയും ചെയ്യും. പല ദിവസങ്ങളിലും ഈ സോങ്ങിൻ്റെ കമ്പോസിങ് സമയത്ത് ഗിരീഷ് ഇങ്ങനെ പാടി, നമ്മുടെ പ്രൊഡ്യൂസറും നല്ലൊരു പാട്ടുകാരനാണ് MR നായർ. അപ്പോൾ അദ്ദേഹവും ഗിരീഷും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു സമ്പന്നമായ ചില രാത്രികളായിരുന്നു ഗിരീഷുമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വലിയ നഷ്ടം ഗിരീഷിലൂടെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്കൊരു നഷ്ടം ഉള്ളത്, ഒരു സെറ്റിൽ വെച്ചിട്ട് പിന്നെ ഗിരീഷ് വന്നിട്ട് ഞാനൊരു ഷർട്ട് ഇട്ടിരുന്നു, ഒരു കുർത്തയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിത് ഊരി തരണം. അപ്പോൾ അവിടെ വെച്ച് ഊരി തരാൻ എനിക്ക് പകരം ഇടാനില്ല. ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും അയാൾ പോയി കഴിഞ്ഞു. പിന്നെ കാണാനും പറ്റിയില്ല, കൊടുക്കാനും പറ്റിയില്ല. അങ്ങനെ ഒരു കടവും ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ആർട്ട് ഡയറക്ഷനൊക്കെ മതിയാക്കി തിരിച്ച് എൻസൈക്ലോപ്പീഡിയയിൽ ജോയിൻ ചെയ്തു. ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങാൻ നേരമായപ്പോൾ ഒരു ഫോൺ വരുന്നു. പുഷ്പ എവിടെയുണ്ട് എന്ന് ആണ് ചോദിച്ചത്. അപ്പോൾ ശബ്ദം ഭരത് ഗോപി ചേട്ടൻ്റെയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്, വരട്ടെ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ വരുന്നത്, എന്താണ് കാര്യം, ഒന്നും എനിക്ക് അറിയില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറ് വന്ന് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നു. ഗോപിച്ചേട്ടൻ ഇറങ്ങി, ഒന്നും പറയുന്നില്ല, നേരെ വീട്ടിനകത്തേക്ക് വന്ന് കയറുന്നു. നേരെ അകത്തേക്ക് ഹാളിൽ കയറുന്നു. അവിടെ നിന്ന് ഇറങ്ങി സൈഡിലൂടെ പോകുന്നു, ഡൈനിങ് ഹാളിലേക്ക് പോകുന്നു, അടുക്കളയിലേക്ക് പോകുന്നു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു ഇത് തന്നെ നമ്മുടെ വീട്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഒന്നും പറഞ്ഞിട്ട് എനിക്കറിയില്ല. അതിന് മുമ്പ് ഗോപിച്ചേട്ടൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോഴാണ് ഗോപിച്ചേട്ടൻ പറയുന്നത് പിന്നെ ഞാൻ ഒരു ടെലിഫിലിം ചെയ്യുന്നു, മറവിയുടെ മണം. അത് നെടുമുടി വേണുചേട്ടനും KPSC ലളിത, NL ബാലകൃഷ്ണനൊക്കെ അഭിനയിക്കുന്നൊരു മറവിയുടെ അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും ആദ്യം വരുന്ന അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കഥയും ഈ മറവിയുടെ മണമാണ്, ഭരത് ഗോപി ചെയ്തതാണ്. അതിമനോഹരമായി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ തുടങ്ങുന്നു. അപ്പോൾ പിന്നെ ഗോപിച്ചേട്ടനായതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും പറയാൻ വയ്യ. അതിനു മുമ്പ് വിജയകൃഷ്ണൻ ഒരു ടെലിഫിലിം ചെയ്ത സമയത്ത് വാഗമണ്ണിൽ വെച്ചിട്ടായിരുന്നു. ഗോപിച്ചേട്ടൻ ഇങ്ങനെ ട്രിവാൻഡ്രത്തു നിന്ന് പോകുമ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനും ഗോപിച്ചേട്ടനായിട്ട് നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും പുഷ്പനും ഒരു റൂമിൽ തങ്ങിക്കോളാം എന്ന് വിജയകൃഷ്ണൻ്റെ അടുത്ത് പറയുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രിവാൻഡ്രത്തു നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്നത്. വാഗമണ്ണിൽ പോയി ഒരു റൂമിൽ താമസിക്കുന്നു. സത്യത്തിൽ ഭരത് ഗോപി എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ്റെ ഒരു വിൽ പവർ, മനസ്സിൻ്റെ ഒരു കരുത്ത് ഞാൻ കാണുന്നത് അന്ന് ഒരുമിച്ച് താമസിക്കുമ്പോഴാണ്. ഒറ്റയ്ക്ക് തന്നെയാണ് ആ വയ്യായികയിൽ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറുന്നതും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഉൾക്കരുത്ത് നമ്മൾ തിരിച്ചറിയുന്നത് അദ്ദേഹത്തോടൊപ്പം താമസിച്ചപ്പോഴാണ്. ആ രാത്രികളിലൊക്കെ ഗോപിച്ചേട്ടൻ പലതും പഴയ അനുഭവങ്ങൾ, പല മുമ്പ് നടന്ന ഷൂട്ടിങ്ങിൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ഉൾക്കരുത്തോടു കൂടിയാണ് അന്ന് ഞങ്ങൾ അവിടെ താമസിച്ചതും അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞതും. ആ ഗോപിച്ചേട്ടനാണ് ഇവിടെ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ഷൂട്ടിങ്ങിനായിട്ട് ചോദിക്കുന്നു. പിന്നെ ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. അവിടെയാണ് പ്രധാനമായിട്ടൊരു 3-4 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അന്ന് പിന്നെ എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു ഷൂട്ടിംഗ് കാണാനുള്ളൊരു അവസരം കൂടിയായിട്ട് അതങ്ങ് മാറി. ലളിത ചേച്ചി അമ്മയായിട്ട് ഭയങ്കര ഒരു അടുപ്പമുണ്ടായി. വർഷങ്ങൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരിക്കൽ KPSC ലളിത ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അമ്മ തന്ന ആ പിച്ചക ചെടി നന്നായിട്ട് പൂത്തിട്ടുണ്ട്. വീട്ടിൽ പിച്ചക മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കുറേ തൈകളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നല്ല പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മണവുമാണ്, നല്ല രസം. അത് പൂത്തിളഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ ചേച്ചിക്ക് കൊടുത്ത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ചേച്ചി പറയുമ്പോഴാണ് അറിയുന്നത് അമ്മ ഇങ്ങനെ ഒരു ചെടി കൊടുത്തു എന്നും അത് അവിടെ വീട്ടിൽ കൊണ്ട് വെച്ചു, അത് പൂത്തുലഞ്ഞ് നിൽക്കുന്നു, അമ്മയോട് പറയണം എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവിടെ പ്രധാനമായിട്ട് ഗോപിച്ചേട്ടൻ്റെ ഷൂട്ടിങ് എൻ്റെ വീട്ടിലും പരിസരത്തും വെള്ളായണി കായലിൻ്റെ സമീപത്ത് ഒക്കെയായിട്ട് നടക്കുകയായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എറണാകുളത്ത് വെച്ചിട്ട് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് ഈ നിയോൺ ബോർഡ് റെഡിയാക്കേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് എറണാകുളത്ത് ടൗൺ ഹാളിൻ്റെ സമീപത്ത് ഞാനൊരു കടയിലേക്ക് പോകുമ്പോൾ കുറേ കുട്ടികൾ വന്നിട്ടിങ്ങനെ ദേഹത്ത് ശല്യം ചെയ്തിട്ട് ഭിക്ഷ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. കാരണം ഇവർ നമ്മളിങ്ങനെ മാന്തിയിട്ടാണ് ചോദിക്കുന്നത്. കുറേ പിള്ളേരുണ്ട്. അപ്പോൾ ഇത് ഞാനിവരെ തട്ടി ഓട്ടിച്ചിട്ട് ഞാൻ പോയി കടയിൽ പോയി ഈ ഓർഡറെല്ലാം കൊടുത്തു. തിരിച്ചു വരുമ്പോൾ ഒരു വൃദ്ധനായ ഒരാൾ ഒരു കാലിൽ എന്തോ മുറിവോ എന്തൊക്കെ വെച്ച് കെട്ടിയിട്ട് അടഞ്ഞു കിടന്ന ഒരു കടയുടെ മുകളിൽ പടിക്കെട്ടിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഒരു ദൈന്യത കണ്ടപ്പോൾ ഞാൻ കുറച്ച് പഴമൊക്കെ മേടിച്ച് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഞാൻ വേറെ എന്തോ സാധനം മേടിക്കാൻ പോയിട്ട് തിരിച്ച് അതുവഴിയാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ തിരിച്ച് കുറച്ച് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഈ വൃദ്ധൻ വളരെ കൗതുകത്തോടു കൂടി ഈ കുട്ടികൾ ഈ പഴം കഴിക്കുന്നത് കണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ കൊടുത്ത പഴം ഒരെണ്ണം പോലും അദ്ദേഹം എടുക്കാതെ അദ്ദേഹം ഈ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തു എന്ന് പറയുന്ന പിള്ളേർക്ക് അദ്ദേഹം കൊടുക്കുകയായിരുന്നു. അവരെല്ലാവരും ഇത് കഴിച്ചിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ നമ്മുടെ ചിന്തകളൊക്കെ എത്ര മോശമാണ്, അല്ലെങ്കിൽ നമ്മളെത്ര താഴെയാണ് എന്നുള്ള ഒരു ബോധം വരുന്നത്. അദ്ദേഹം എത്രയോ മുകളിലാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. അഗ്നിദേവൻ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു പോർഷൻ എടുത്തത് കുന്നംകുളത്താണ്. കുന്നംകുളത്തൊരു തറവാടിലാണ്. തറവാട്ടിൽ രേവതിയുടെ വീടായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഇത് അവിടെ പോയി സെറ്റ് ചെയ്യേണ്ട ചുമതല ആർട്ട് ഡയറക്ടർക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് യൂണിറ്റും ഒക്കെ വരാറുള്ളത്. പ്രത്യേകിച്ചും കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിംഗ് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പോയിട്ട് ആദ്യം അതെല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല മഴയുള്ള ഒരു സീസണിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്തു. പൂമുഖമാണ് പ്രധാനമായിട്ട് ഉള്ളത് അന്ന് ഷൂട്ടിങ്ങിനായിട്ട്. പൂമുഖം എല്ലാം സെറ്റ് ചെയ്തു. ചെയറൊക്കെ ചൂരലിലുള്ള ചെയറുകളൊക്കെ ഇടുന്നു. എന്നിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൈവരിയുണ്ട്. ഞങ്ങൾ ചൂരൽ ചെയറിൽ കുറച്ച് പേരിരുന്നു. കുറച്ച് യൂണിറ്റുകാരൊക്കെ വന്നു. യൂണിറ്റുകാർ ആ കൈവരിയിലൊക്കെ ഇങ്ങനെ ഇടം പിടിച്ചു. അപ്പോഴാണ് ഈ മഴയത്ത് ഒരു അംബാസഡർ കാറ് വന്ന് ഇതിൻ്റെ വീടിൻ്റെ പടിക്കെട്ടിനോട് ചേർത്തങ്ങ് നിർത്തുകയാണ്. കാരണം നല്ല മഴയുണ്ടായിരുന്നു. സാധാരണ ഇല്ലാത്തൊരു വണ്ടിയാണ് അന്ന് വന്നു അതിൻ്റെ ഡോറ് തുറന്ന് പെട്ടെന്ന് മോഹൻലാൽ പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് ചാടി കയറി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും ചാടി എണീറ്റു. കാരണം ആ വണ്ടിയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ചാടി എണീറ്റു. പക്ഷേ മോഹൻലാൽ ഞങ്ങളെല്ലാം പിടിച്ചങ്ങ് ഇരുത്തിയിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ കസേരയിൽ ഇരുന്നവരൊക്കെ ഞാൻ ഉൾപ്പെടെ കസേരയിൽ നിന്നൊക്കെ എണീറ്റു. ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി മാറി നിൽക്കുമ്പോൾ അദ്ദേഹം നിർബന്ധിച്ച് ഞങ്ങളെ ഇരുത്തിയിട്ട് അദ്ദേഹം ആ തിട്ടയിൽ കൈവരിയിലാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. ഇപ്പോൾ ഇരിക്കുന്നവർ എണീക്കാൻ വൈകിയാൽ എന്താ എണീക്കാത്തതെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടുന്ന ആർട്ടിസ്റ്റുകൾ പലരുമുണ്ട്. ദേവരാജ മാഷുമായിട്ടൊരു വലിയ ആത്മബന്ധം എങ്ങനെയോ സംഭവിച്ചു. എങ്ങനെയോ അല്ല, അത് മലയാള സിനിമയുടെ 75-ാം വാർഷികം, മലയാള സിനിമാ ഗാനശാഖയുടെ 75-ാം വാർഷികം ആഘോഷിക്കുകയായിരുന്നു. അത് വിപുലമായ ചടങ്ങുകളോടുകൂടിയാണ് നടത്തിയത്. അതിൽ ഒരു സുവനിയർ, ഒരു വലിയൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലേഔട്ട്, കവർ ചിത്രം ഒക്കെ ഞാനാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെമൻറ്റോ ചെയ്യാനാണ് സാറ് ആരോ പറഞ്ഞ് കേട്ടതനുസരിച്ച് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ചെന്ന് തുടങ്ങിയ ഒരു ബന്ധം ഒരു വലിയ സൗഹൃദത്തിലേക്കും. അദ്ദേഹം തിരുവനന്തപുരത്ത് കരമന ആറ്റിൻ്റെ തീരത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് അദ്ദേഹത്തെ കാണുക, ഒരുപാട് സമയം ചിലവഴിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരം സാറുമായിട്ട് അവിടെ ബന്ധപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്നു. ഒരു അറ്റാക്ക് വന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അന്ന് PA ബക്കർ ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ പുറത്ത് നിൽക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മദ്രാസിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അവർ താമസിച്ചിരുന്നത് ബക്കർജിയുടെ വീട്ടിലാണ്. അങ്ങനെ കുറേ ഇത് കഴിഞ്ഞു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അസുഖം കുഴപ്പമില്ലാതെ ഭേദമാകുന്നു.
തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഒരു മധു എന്ന് പറയുന്ന കൊല്ലത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്നത്. ഈ അസുഖം കഴിഞ്ഞ് അദ്ദേഹം ഈ ഫംഗ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടത്തി. ഇവിടെ ട്രിവാൻഡ്രത്ത് സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ് നടത്തിയത്. ഇളയരാജ ഉൾപ്പെടെയുള്ള പലരും വന്ന ഒരു വലിയ ഫംഗ്ഷനായിരുന്നു. അതിൻ്റെ ഒരു വിജയം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ അദ്ദേഹത്തിന് ഇങ്ങനെ അസുഖം വരുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അസുഖം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി എവിടെയെങ്കിലും പോകാവുന്ന ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ആദ്യം വന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ മകൾ അന്ന് ജനിച്ചിട്ടുണ്ടായിരുന്നു. മകളെ കാണാനായിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഈ മധുവും സാറും കൂടി പെട്ടെന്ന് വന്ന് ഇറങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതെൻ്റെ മനസ്സിലെന്നും മായാതെ നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. ലളിതകലാ അക്കാദമിയിൽ ഒരു 6 വർഷത്തോളം ഞാൻ ചെയർമാനായിട്ടുണ്ടായിരുന്നു. ഒരുപാട് അക്കാദമിക്ക് വികസനം നടത്താൻ പറ്റിയൊരു കാലമായിരുന്നു അത്. ശരിക്കും 60 വർഷത്തെ അക്കാദമിയുടെ ചരിത്രത്തിൽ 12 ഗ്യാലറികൾ ഉണ്ടായിരുന്ന അക്കാദമിക്ക് ഞങ്ങളുടെ പീരീഡിൽ 18 ഗ്യാലറിയായിട്ട് മാറ്റാൻ പറ്റി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അത് പലതും പുതിയ ബിൽഡിങ്ങുകളിൽ തന്നെയായിരുന്നു. ടി.കെ. പത്മിനിക്ക് വേണ്ടിയിട്ട് അത് അന്ന് അക്കാദമിയുടെ ശേഖരത്തിലേക്ക് പത്മിനി ട്രസ്റ്റ് സംഭാവനയായിട്ട് നൽകിയ കുറേയധികം പെയിൻറ്റിങ്ങുകളുണ്ടായിരുന്നു. അവരുടെ എല്ലാ പെയിൻറ്റിങ്ങുകളും അതെല്ലാം ഗോഡൗണിനകത്ത് ഫംഗസ് പിടിച്ച് കിടക്കുകയായിരുന്നു. അതെല്ലാം റീസ്റ്റോർ ചെയ്തു. ഒരു ലോക നിലവാരത്തിലൊരു ഗ്യാലറി ഈ ദർബാർ ഹാളിൽ ചെയ്ത് അവിടെ ഒരു പത്മിനിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഒരു ആധുനിക ചിത്രകാരി എന്ന് പറയാൻ പറ്റുന്നത് പത്മിനിയാണ്. 29ാമത്തെ വയസ്സിൽ ആദ്യത്തെ പ്രസവത്തിൽ മരിച്ചുപോയ ഒരു സ്ത്രീയാണ്. നമ്മുടെ കാനായി സാറിൻ്റെയൊക്കെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ദാമോദരൻ എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ ഡൽഹിയിലെ ചിത്രകാരനാണ് അവരെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ മാത്രമല്ല, ഈ 60 വർഷത്തിനിടയിൽ അക്കാദമിയിൽ ഒരുപാട് ലോകപ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരും ശില്പികളും വന്നിട്ട് വർക്കുകൾ ചെയ്യുന്നു, ക്യാമ്പുകളിൽ പങ്കെടുത്തുകൊണ്ട്. അവരുടെയൊക്കെ വർക്കുകൾ ഒരു തരത്തിലുള്ള രേഖപ്പെടുത്തലുമില്ലാതെ ഗോഡൗണിൽ കൊണ്ടിടുകയായിരുന്നു. കൃത്യമായ റെക്കോർഡുകളില്ല, ഒന്നുമില്ല. അതൊക്കെ ശരിക്കും ഡിജിറ്റലൈസ് ചെയ്ത് ആര് എപ്പോൾ ചെയ്തു, ഏതാണ് മീഡിയം, എന്താണ് സൈസ്, അത്തരത്തിൽ ഉള്ള അടയാളപ്പെടുത്തലോടുകൂടി കാറ്റഗറൈസ് ചെയ്ത് അവയെല്ലാം തന്നെ ഒരു ലൈബ്രറിയിൽ എങ്ങനെയാണോ പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്നത് അതുപോലെ ഈ പെയിൻറ്റിങ്ങുകൾ കൃത്യമായി എടുക്കാവുന്ന തരത്തിൽ കാറ്റഗറൈസ് ചെയ്ത് അത് അങ്ങനെ അടുക്കി അത് ചെയ്യാൻ പറ്റി. ആദ്യമായിട്ടൊരു ആർട്ടിസ്റ്റ് ഡയറക്ടറി ഇറക്കാൻ പറ്റി. കൃത്യമായി ക്യാമ്പുകൾ, അനവധി ക്യാമ്പുകൾ ചിത്രകാരന്മാർക്കും ശില്പികൾക്കും വേണ്ടിയുള്ള ക്യാമ്പുകൾ നടത്താൻ പറ്റി. ഒരു ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വലിയ റെസിഡൻസി ബിൽഡിംഗ് ഈ കിളിമാനൂർ രാജാ രവിവർമ്മ സ്മാരകത്തോടനുബന്ധിച്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ അനവധി കാര്യങ്ങളാണ് ആ പീരീഡിൽ ചെയ്യാൻ പറ്റിയത്. അന്ന് ഉണ്ടായ ചില വിവാദങ്ങളെന്ന് പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും അന്ന് അക്കാദമി അവാർഡ് കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ 100% ഒരു ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ജഡ്ജസിനെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അത് പലതും കേരളത്തിന് പുറത്തുള്ള ജഡ്ജസാണ്. ഇവിടെ അങ്ങനെ ഒരു സ്വാധീനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും കാർട്ടൂണിൻ്റെ കാര്യത്തിലായാലും ശില്പങ്ങളുടെയോ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലുമൊക്കെ ഇത് 4മാണ് അക്കാദമിയുടെ കീഴിൽ വരുന്നത്. ഇതിനെല്ലാം ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസിനെയാണ് വെച്ചിട്ടുള്ളത്. അതിലൊരു പ്രാവശ്യം വെച്ച ഇത് ഫ്രാങ്കോയ്ക്കെതിരായിട്ടുള്ള ഒരു കാർട്ടൂൺ വരച്ചത് വലിയ വിവാദമായി. അദ്ദേഹത്തെ ഒരു കോഴിയുടെ തലയും ഒക്കെ അംശവടിയൊക്കെ പിടിച്ചിട്ടുള്ള അത് വലിയ വിവാദമായി. അക്കാദമിയുടെ മുന്നിലേക്ക് വലിയ തള്ളിക്കയറ്റം ഉണ്ടായി. ബാരിക്കേഡ് വെച്ചിട്ട് ചെറുക്കേണ്ട അവസ്ഥ വന്നു. വാട്ടർ ബമ്പ് വേണ്ടി വന്നു. അത്തരത്തിൽ ഒരുപാട് സംഘർഷത്തിലേക്ക് അത് പോയതാണ്. അപ്പോഴും അക്കാദമിയുടെ നിലപാട് അപ്പോൾ അത് വീണ്ടും പുനഃപരിശോധിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് പല ദിക്കുകളിൽ നിന്നും അത് ഉയർന്നു. ഇത്തരം വിവാദങ്ങൾ വരുന്നു. പക്ഷേ അക്കാദമിയുടെ നിലപാട്, അന്ന് ഞങ്ങളുടെ നിലപാട്, ഒരു വിദഗ്ധമായ ഒരു ജൂറി എടുത്ത തീരുമാനം അത് മാറ്റേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. മറിച്ച് മറ്റൊരു അവസരത്തിൽ മുഖ്യമന്ത്രി, അന്ന് പിണറായി വിജയൻ സഖാവാണ്, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടൊരു കാർട്ടൂണിനാണ് ഒരിക്കൽ അവാർഡ് കിട്ടിയത്. സുജിത്ത് വരച്ചൊരു കാർട്ടൂണിനാണ്. പക്ഷേ ആ കാർട്ടൂണിൻ്റെ അവാർഡ് കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത്തരത്തിലൊരു മാതൃക നമ്മൾ കാണിച്ചു. അന്നും ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വരച്ചു എന്ന് പറഞ്ഞിട്ട് ചില വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നു.
അപ്പോഴും അക്കാഡമി എടുത്ത സ്റ്റാൻഡ് ജൂറിയുടെ തീരുമാനം അന്തിമമാണ് എന്നുള്ളതായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ചലച്ചിത്ര അക്കാഡമിയിൽ ഒരിക്കൽ ജൂറിയായിട്ട് ഞാൻ വരുന്ന സമയത്ത്, അതിന് മുമ്പും ഉണ്ടായിരുന്നു. ബുദ്ധദേവദാസ് ഗുപ്ത ചെയർമാനായിരിക്കുന്ന സമയത്ത് ഞാൻ ജൂറിയിലുണ്ടായിരുന്നു. അന്ന് മോഹനേട്ടനായിരുന്നു, KR മോഹനായിരുന്നു അന്നത്തെ ചെയർമാൻ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഏറ്റവും മികച്ച ഒരു റിസൾട്ട് തരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു താല്പര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും നടക്കുമ്പോൾ ശ്രീ രഞ്ജിത്ത് ചെയർമാനായിരിക്കുന്ന സമയത്ത് അജോയ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ എല്ലാവരെയും ജഡ്ജസ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനമായിരിക്കണം തരേണ്ടത്, ഒരു പക്ഷം പിടിക്കലും വേണ്ട, അങ്ങനെ അക്കാഡമിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് സെക്രട്ടറി പറഞ്ഞു. പക്ഷേ പിന്നീടുള്ള പെരുമാറ്റങ്ങളിൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് അനാവശ്യമായ ഇടപെടലുകൾ വന്നു. അനാവശ്യവും അലോസരപ്പെടുത്തുന്നതുമായ ഇടപെടലുകളാണ്. ഒരു ചെയർമാൻ ഒരിക്കലും ഒന്നാമത് ഈ സ്ക്രീനിങ് നടക്കുമ്പോൾ അദ്ദേഹം അവിടെ വന്നിരിക്കാൻ പാടില്ല. അദ്ദേഹം അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇരുന്നു കൊണ്ട് പല കമൻറ്റുകൾ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, രഞ്ജിത്തിനോട് പറഞ്ഞു, ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിങ്ങനെ ഇരുന്ന് പറയുന്നത് ശരിയല്ല, ദയവേത് അതിൽ നിന്നും അത് ഒഴിവാക്കണം, അത്തരം ഇത് നമുക്ക് മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. ഒരു ഘട്ടം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മറ്റ് രീതിയിൽ ഒന്നുകൂടി ഇതിനകത്ത് കാര്യമായ അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജൂറി ചെയർമാനോട് പറഞ്ഞു, സാർ ഇത് ഇങ്ങനെയുള്ള ഇടപെടൽ. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ നിന്നു. ഇല്ല, നമ്മുടെ തീരുമാനം തന്നെയായിരിക്കും, ജൂറിയുടെ തീരുമാനമാണ്, അതിനകത്ത് വേറെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏറ്റവും അവസാനം ഞാൻ ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൂടി എനിക്ക് അതിനകത്തുണ്ടായിരുന്നു. ആ സമയത്താണ് വിനയൻ്റെ ഒരു ചിത്രത്തിനെതിരായിട്ട്, വിനയൻ്റെ ചിത്രം ഇതിലുണ്ടായിരുന്നു, 19-ാം നൂറ്റാണ്ട്. അപ്പോൾ അതിൽ കണ്ട ചിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായി ആർട്ട് ഡയറക്ഷൻ നടത്തിയിട്ടുള്ളത് അതിലാണ്. അതിൻ്റെ കമേഴ്ഷ്യൽ വശങ്ങൾ വിടുക, വേറെ എന്ത് തന്നെയായിരുന്നാലും ആർട്ട് ഡയറക്ഷൻ അതിനപ്പുറം മറ്റൊരു സിനിമ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് വ്യക്തിപരമായി വിനയോടുള്ള ദേഷ്യം തീർക്കാനാണ് അദ്ദേഹം ഇത്രയും സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തതെന്ന്. അദ്ദേഹം അതിലെ ജൂറി മെമ്പറായിട്ടുള്ള ഗൗതമിയെ കയ്യിലെടുത്തു. വളരെ മോശമാണ്, അവരൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മറ്റ് ചില മെമ്പേഴ്സിനെയും കയ്യിലെടുത്തുകൊണ്ട് അത് വളരെ മോശമായ ആർട്ട് ഡയറക്ഷനാണ്, അതിൽ പ്ലൈവുഡിൻ്റെ കഷ്ണം കാണുന്നു, അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമി പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞു എന്നാലൊരു കാര്യം നമുക്ക് ഒന്നുകൂടി ഇട്ട് കാണാം. അപ്പോൾ അതിനൊന്നും അവർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഭൂരിപക്ഷം അഭിപ്രായം നോക്കി. അപ്പോൾ പലരും ആദ്യം എന്നോട് കൂടെ ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞവർ പോലും അഭിപ്രായം മാറ്റുന്ന കണ്ടപ്പോൾ ഈ ചെയർമാൻ അത്രമാത്രം സ്വാധീനിച്ചു എന്ന് കൃത്യമായി മനസ്സിലാവുന്നതായിരുന്നു. അങ്ങനെയാണ് ആ 19-ാം നൂറ്റാണ്ടിന് ആർട്ട് ഡയറക്ഷൻ അവാർഡ് നിഷേധിക്കുന്നത്. അതിപ്പോഴും എൻ്റെ മനസ്സിലൊരു വലിയ ഒരു വിഷമമായിട്ട് തന്നെ നിൽക്കുന്നു. കാരണം ഞാനും കൂടി മെമ്പറായിട്ടുള്ള ഒരു കമ്മിറ്റി മറിച്ചൊരു തീരുമാനം, പക്ഷേ ജനാധിപത്യ ക്രമത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനത്തിന് സമ്മതിക്കേണ്ടി വന്നത്.